ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി മൂവി സീരീസാണ്. നിങ്ങൾ ദ ലോസ്റ്റ്, ദ വാക്കിംഗ് ഡെഡ് ഇങ്ങനത്തെ സീരീസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ ഈ ഒരു സീരീസും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതേ വൈബ് നമുക്ക് കിട്ടും. അതായത് ലോസ്റ്റ് കാണുന്ന അതേ ഒരു വൈബ് നമുക്ക് ഈ ഒരു സീരീസ് കാണുമ്പോൾ കിട്ടും. ഈ സീരീസിൻ്റെ പേര് ഫ്രം എന്നാണ്. 2022 ഈ ഒരു സീരീസ് സ്ട്രീം ചെയ്യാൻ തുടങ്ങിയത്. സീരീസിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാടിനുള്ളിൽ ഒരു ചെറിയ ടൗൺ. ആ ടൗണിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഈ ടൗണിൽ ആര് വന്ന് പെട്ടാലും അവർക്ക് പിന്നെ അവിടെ നിന്ന് തിരിച്ച് പോകാൻ പറ്റത്തില്ല. അവർ ഒരു സൈക്ലിംഗ് പോലെ വീണ്ടും എങ്ങോട്ടൊക്കെ പോയാലും അവർ അവസാനം തിരിച്ച് ആ ഒരു ടൗണിൽ തന്നെ ആയിരിക്കും വന്ന് ചേരുന്നത്. അതുമാത്രമല്ല, രാത്രിയായി കഴിഞ്ഞാൽ അവർക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല. എല്ലാവരും കതകും ജനലും എല്ലാം അടച്ച് വളരെ സേഫായിട്ട് വീടിനുള്ളിൽ ഒളിച്ചിരിക്കും. കാരണം പുറത്തോട്ട് ആരെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രാത്രിയാവുന്ന സമയത്ത് ഈ ടൗണിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് വരും. ഓക്കെ, രാത്രിയാവുന്ന സമയത്ത് അതുകൊണ്ട് ആരെങ്കിലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ക്രിയേറ്റേഴ്സ് ഇറങ്ങുന്ന ആൾക്കാരെ ആക്രമിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ല. എങ്ങനെയാണ് അവർ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത്? ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സീരീസാണിത്. ഈ സീരീസ് ടോട്ടലി 2 സീസണുണ്ട്. ഓരോ സീസണിലും 10 എപ്പിസോഡ്സ് വെച്ചുണ്ട്. ഓരോ എപ്പിസോഡ്സിൻ്റെ ഡ്യൂറേഷൻ 45-50 മിനിറ്റ്സ് ഒക്കെ ഏകദേശമൊക്കെ ഉണ്ടാവും. സോ നൈസ് സീരീസാണ്. പിന്നെ കുറച്ച് ലാഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓഫ്കോഴ്സ് എന്തായിരുന്നാലും ഉണ്ടാവുമല്ലോ, കാരണം 10 എപ്പിസോഡ്സ് ഉണ്ട്. അപ്പം കുറച്ച് വലിച്ചു നീട്ടലൊക്കെ ഉണ്ടാവും എന്തായിരുന്നാലും. ഈ സിനിമയിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് സ്റ്റോറിയാണ്. കാരണം നമ്മൾ കണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങ് ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോറിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സ്റ്റോറിയുള്ളൊരു സിനിമയോ അല്ലെങ്കിൽ സീരീസോ കണ്ടതായിട്ടൊന്നും നമുക്ക് ഓർമ്മ വരത്തില്ല. അത്ര ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റോറിയായിട്ടാണ് ഈ സീരീസ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ സീരീസ് അധികം പ്ലാറ്റ്ഫോംസിലൊന്നും അവൈലബിൾ അല്ല. 2 പ്രീമിയം സെഗ്മെൻറ്റിലുള്ള പ്ലാറ്റ്ഫോംസിലൂടെയാണ് ഈ ഒരു സീരീസ് സ്ട്രീം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു കാര്യം വളരെ പാടാണ് കേട്ടോ. നമുക്ക് വെബ്സൈറ്റിലൊന്നും അങ്ങനെ അവൈലബിൾ അല്ല ഈ ഒരു സീരീസ്. നിങ്ങൾക്ക് ഈ സീരീസ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സീരീസിൻ്റെ 20 എപ്പിസോഡ്സും അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സോ എന്തായാലും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ലോസ്റ്റൊക്കെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് എന്തായാലും ഇഷ്ടപ്പെടും. അത്ര ഗംഭീരമായിട്ടുള്ളൊരു സീരീസാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സീരീസാണ് കേട്ടോ. സോ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാൻ മറക്കരുത്. പിന്നെ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. സോ സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ, മറ്റൊരു വീഡിയോ ഉടനെ കാണാൻ. അതുവരെ ബൈ ഗായ്സ്.